ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? എൻ്റെ തന്നെ സ്റ്റേഷൻ പരിധിയായ പീച്ചി പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഒരാൾ കിടക്കുന്നുണ്ട്. ആളെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അയാളൊന്ന് കാണാനായിട്ടാണ് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. എൻ്റെ വീഡിയോയ്ക്ക് അടിയിൽ വരുന്ന നെഗറ്റീവ് കമൻസുകളൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അവർക്ക് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ എഴുതാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം നവംബർ 4-ാം തീയതി മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. 3-ാം തീയതി ഞാനും പൊന്നൂസും കൂടിയിട്ട് ഞങ്ങൾ വയനാട്ടിൽ പോയി ഒരു റീൽ ചെയ്തു. അതെന്താ പറയുക, ഇങ്ങനെ ഒരു കമ്മട്ടിയുടെ പശ അങ്ങനെ പൊട്ടിക്കുക ഊതുന്നൊരു സംഭവമാണ്. അതിൻ്റെ അടിയിൽ ഒരു നെഗറ്റീവ് കമന്റ് എഴുതി മോളെ പറ്റിയിട്ട്. അതായത് മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾക്ക് ആർക്കും വായിക്കാൻ പറ്റാത്ത രീതിയിലൊരു കമന്റ് ആയിരുന്നു. രാജാക്കാടുള്ള ഒരു ജോയി എന്ന് പറയുന്ന ആളായിരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ലോക്ക് ചെയ്ത് വെച്ചിരുന്ന ഈ പ്രൊഫൈലിൽ ആളെ എങ്ങനെ കണ്ടുപിടിക്കുന്നു വിചാരിക്കുന്ന സമയത്താണ് ഞാൻ ചങ്ങാതിക്കൂട്ടം ബിനീഷായിട്ട് സംസാരിച്ചത്. ബിനീഷ് വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം 7-ാമത്തെ മിനിറ്റിൽ ഇയാളുടെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് കിട്ടി. അങ്ങനെ പീച്ചി പോലീസ് കേസെടുത്തു, FIR ഇട്ടു. അപ്പോൾ ആൾ ഉള്ളിലുണ്ട്. അപ്പോൾ ആളെ ഒന്ന് കാണണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ പോലീസിൻ്റെ എന്താ പറയുക, നല്ല സഹകരണം ഉണ്ടായിരുന്നു. പീച്ചി പോലീസായാലും ഉടുമ്പൻചോല പോലീസായാലും വളരെ നല്ല രീതിയിലാണ് ഈ പ്രതിയെ അന്വേഷിച്ച് പിടിച്ചത്. ജോബി ചുവന്ന മണ്ണ്, ഈ ഒരു വ്യക്തിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മളെ മലയാളികൾക്കൊക്കെ ഒരുവിധ ആൾക്കാർക്ക് എന്താണ് മനസ്സിലാവും. കാരണം എന്താ വെച്ചാൽ ഈ ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തി ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു കേസിൻ്റെ പിന്നാലെയാണ്, ഒരാളെ തെരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അതെന്താന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തി ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടപ്പോൾ ആ വീഡിയോക്ക് താഴെ മോശമായിട്ടുള്ളൊരു കമൻറ്റ്, അതൊരു മോശമായിട്ടുള്ള കമൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഏത് സാധാരണക്കാർക്കും ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ പല ആൾക്കാരും പല രീതിയിലും കമൻറ്റൊക്കെ ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ചേട്ടനും ഈ ഒരു വീഡിയോ ഇട്ടപ്പോൾ വീഡിയോൻ്റെ അടിയിൽ പല കമൻറ്റുകൾ വരുമ്പോൾ അതൊക്കെ നമ്മൾ മൈൻഡ് ഇല്ലാതെ വിടും. പക്ഷേ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തിയും ഈ വ്യക്തിയുടെ മോളുംപാടെ കൂടിയിട്ടൊരു വീഡിയോ ആയിരുന്നു എടുത്തിരുന്നത്. പക്ഷെ ആ വീഡിയോൻ്റെ അടിയിൽ ഏറ്റവും മോശമായിട്ട് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അത്രയും അറക്കണ തരത്തിലുള്ള, അപ്പോൾ ആ കമൻറ്റോ കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിനൊക്കെ നമ്മൾ കൈ കിട്ടിയാൽ കണ്ടോ, അവനൊക്കെ മുക്കാലിക്കിട്ട് തല്ലേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഓടിച്ചിട്ട് പൂസേണ്ടി വരും. അമ്മാതിരി ചെറ്റ സ്വഭാവമാണ് ഈ ഒരു ചങ്ങായിയൊക്കെ ആ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊരു മാതാപിതാക്കളും അല്ലെങ്കിൽ മക്കളെ സ്നേഹിക്കണ ഏത് വ്യക്തിയാണെങ്കിലും ഇങ്ങനെയൊക്കെ കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കേസുമായിട്ട് മുമ്പോട്ട് പോകുക. കാരണം എന്താ വെച്ചാൽ അതല്ലാതെ വേറെ നിവർത്തിയില്ല. കാരണം അയാളെ കണ്ടു കഴിഞ്ഞാൽ അയാളൊക്കെ പൂസിക്കഴിഞ്ഞാൽ പിന്നെ വകുപ്പും കാര്യങ്ങളും നിയമങ്ങളൊക്കെ മാറും. അപ്പോൾ നിയമത്തിൻ്റെ വഴിക്ക് പോട്ടിച്ചിട്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി കേസ് കൊടുത്തിരിക്കുന്നത്. കേസ് കൊടുത്തപ്പോൾ കുറച്ചായിട്ട് അയാളെ കിട്ടിയെന്നില്ല. പക്ഷെ ഇപ്പോൾ ആളാരാന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ ഏകദേശമൊക്കെ പോലീസ് സ്റ്റേഷനിലോ കൊടുത്തിട്ട് ഇപ്പോൾ അയാൾ FIR ഒക്കെ എഴുതിയിട്ട് എന്തായാലും നമ്മൾ ഈ കമൻറ്റ് ചെയ്ത വ്യക്തിനെ നമുക്ക് കയ്യിൽ കിട്ടിയിരിക്കണു, അതായത് പോലീസുകാരെ കയ്യിൽ കിട്ടിയിരിക്കണു. അതുകൊണ്ട് FIR ഒക്കെ എഴുതിയിട്ട് ഇപ്പോൾ പോക്സോ കേസൊക്കെ ചുമത്തിയിട്ട് അയാൾ ഇപ്പോൾ അകത്ത് കിട്ടുകയാണ്. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു കുട്ടികളാണ് പോലും, കുട്ടികളെന്നിപ്പോൾ വീഡിയോൻ്റെ മുമ്പിൽ ഇപ്പോൾ വരാൻ പറ്റില്ല. കാരണം വീഡിയോൻ്റെ മുമ്പിൽ ഇപ്പോൾ ഈ പ്രായമുള്ളവരാണെങ്കിലും പ്രായമില്ലാത്തവരാണെങ്കിലും ഇപ്പോൾ ചെറിയ കുട്ടികൾക്കടക്കം ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ മോശപ്പെട്ടിട്ടുള്ള കമൻറ്റുകളൊക്കെയാണ് വരുന്നത്. അത് ഏതാണെങ്കിലും പ്രായമുള്ള ആൾക്കാരാണെങ്കിലും ഇപ്പോൾ പ്രായമുള്ള വ്യക്തികളിപ്പോൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ചെറിയ ചെറുപ്പക്കാർ അല്ലെങ്കിൽ ചെറുപ്രായത്തിലുള്ള ആൾക്കാർ ഇപ്പോൾ ഇതേമാതിരി മോശപ്പെട്ടിട്ടുള്ള കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ ഇയാൾ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുന്നു. ഭാഗത്ത് നിന്ന് ആളിതേ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ കമൻ്റ് ഇട്ട വ്യക്തി. ചേട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ, ചേട്ടൻ എന്നെ അറിയോ? ഇല്ല. പിന്നെ ഞാനും ചേട്ടനോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനു ചേട്ടാ അങ്ങനെ ഒരു കമന്റ് ഇട്ടെ? ഞാൻ ബോച്ചയ്ക്ക് വേണ്ടിയിട്ടാ. ആർക്ക്? ബോച്ചയ്ക്കോ? അപ്പോൾ ഇനി കേസ് നടപടികളും എങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഏതൊക്കെ വകുപ്പുകൾ പോക്സോ ചുമത്തിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസികമായിട്ട് എനിക്ക് ഭയങ്കര വിഷമമായതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ. കാരണം ഒരു ദിവസം ഞാൻ നിന്നൊരു സെൽഫി എടുക്കുന്ന സമയത്ത് പറയുകയാണ്, പപ്പ വേണ്ട പപ്പ എനിക്ക് പേടിയാവണു എന്ന് പറയുകയാണ്. കാരണം ഞാനിതിങ്ങനെ ഫേസ്ബുക്കിലിട്ട് അടുത്ത കമൻറ്റ് വരുമെന്നുള്ള പേടിച്ചിട്ടാണ്. അപ്പോൾ ഇത് ചില ആളുകൾക്ക് ഒരു പാടാവാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ ഇതേപോലെയുള്ള ആളുകൾ എഴുതി കൂട്ടി വയ്ക്കുന്ന അത്ര വൃത്തികേടൊന്നും നമ്മളെപ്പോലുള്ള വ്ളോഗർമാർ ചെയ്ത് കൂട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു വിഷമവും ഇല്ല കേട്ടോ.
എൻ്റെ വീഡിയോയ്ക്ക് അടിയിൽ വരുന്ന നെഗറ്റീവ് കമൻസുകളൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അവർക്ക് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ എഴുതാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾക്ക് ആർക്കും വായിക്കാൻ പറ്റാത്ത രീതിയിലൊരു കമൻ്റ് ആയിരുന്നു. രാജാക്കാടുള്ള ഒരു ജോയി എന്ന് പറയുന്ന ആളായിരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ലോക്ക് ചെയ്ത് വെച്ചിരുന്ന ഈ പ്രൊഫൈലിൽ ആളെ എങ്ങനെ കണ്ടുപിടിക്കുന്നു വിചാരിക്കുന്ന സമയത്താണ് ഞാൻ ചങ്ങാതിക്കൂട്ടം ബിനീഷായിട്ട് സംസാരിച്ചത്. ബിനീഷ് വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം 7ാമത്തെ മിനിറ്റിൽ ഇയാളുടെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് കിട്ടി. അങ്ങനെ PT പോലീസ് കേസെടുത്തു. കണ്ടില്ലേ ഈ ഞരമ്പ് രോഗമുള്ള അപ്പൂപ്പനെ കണ്ടില്ലേ? കാരണം ആ ഒരു കുട്ടിയുടെ അപ്പൂപ്പനാകാനുള്ള ഒരു പ്രായമാണ് ഇയാൾക്കുള്ളത്. എന്നിട്ടാണ് ഇയാൾ ഇമാതിരി ഈ ഞരമ്പ് രോഗമുള്ള പരിപാടി ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരു മൊബൈലും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്കൊക്കെ എന്താണ് ഈ ഞരമ്പിൻ്റെ അസുഖം തുടത്തുന്നത് നമുക്കറിയില്ല. ഇമാതിരി പ്രായമൊക്കെ ആയിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസോ കണ്ടു കഴിഞ്ഞാൽ ഇവരിങ്ങനെ കമൻറ്റ് ചെയ്യണത്. കമൻറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറയണല്ലേ. ഏത് വ്യക്തിയും ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുമ്പോൾ അതിനടിയിൽ ഒരുപാട് ആൾക്കാർ എന്താണ് കമൻറ്റ് ചെയ്യും. അത് പല രീതിയിൽ തന്നെയാണ് കമൻറ്റ് ചെയ്യുക. പക്ഷേ കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ അതിലുണ്ടെങ്കിൽ പോലും നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ ആ കമൻറ്റ് ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്, അല്ലെങ്കിൽ അതിനൊരു അതിരുവരമ്പുണ്ട്. അതിന് ഒരു അതിരുവരമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അതിരുണ്ട്. അപ്പോൾ ഏത് വീഡിയോ കണ്ടാലും അതല്ലെങ്കിൽ ഏത് ഫോട്ടോസ് കണ്ടാലും അതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുമ്പോൾ ആ കമൻറ്റ് ചെയ്യുന്നതിന്, അതായത് നെഗറ്റീവായാലും പോസിറ്റീവായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണമെങ്കിലും നിങ്ങൾ ആ ചെയ്യുമ്പോൾ ആ ഒരു വ്യക്തിനെ എത്രത്തോളം വ്യക്തിപരമായിട്ട് അയാളെ ദ്രോഹിക്കണമെന്നും കൂടി നോക്കണം. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്യുമ്പോൾ അത് ഒന്നല്ലെങ്കിൽ ഒരു വീഡിയോ കാണുമ്പോൾ ആ വീഡിയോ ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ഒന്നുകൂടി നന്നാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യുക. അല്ലാതെ അതിൽ കാണുന്ന വ്യക്തികളൊക്കെ ആ വ്യക്തി, അതും പ്രത്യേകിച്ച് ഈ പെണ്ണുങ്ങളെ അല്ലെങ്കിൽ പെൺകുട്ടികളെ അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ കമൻറ്റ് ചെയ്യാൻ തോന്നുമ്പോൾ നിങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുക്കാലിക്കിട്ട് തല്ലേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഇമ്മാതിരി കമൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ കമൻറ്റ് ചെയ്യുക? ആ ഒരു ഇതിൻ്റെ അടിയിൽ തോന്നുന്നത് ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ കമൻറ്റ് എഴുതി വിടുക. ഇന്നിപ്പോൾ നാട്ടുകാരുടെ അടിയിൽ ഇപ്പോൾ എന്തായി ആകപ്പാടെന്ന് അറിയില്ലേ? ഇമ്മാതിരി പരിപാടി ചെയ്തിട്ട് എന്നിട്ട് അതിൻ്റെ അടിയിൽ ഇപ്പോൾ ആ ചേട്ടൻ ചോദിക്കുമ്പോൾ പറയണു ഇത് ബോച്ച പറഞ്ഞാൽ ബോച്ചക്ക് എന്താ അറിയില്ല, ബോച്ചൻ്റെ പേരൊക്കെ പറയണത്. അത് എന്തുദ്ദേശിച്ചിട്ടാണ് അയാൾ പറഞ്ഞത്? നീ പറഞ്ഞത് വല്ലതും മാറിപ്പോയതാണോ എന്താണെന്നറിയില്ല. ഇടയിലൊരു ബോച്ചൻ്റെ ഒക്കെ പേരൊക്കെ പറയുന്നുണ്ട്. ബോച്ച ഡബിൾ മീനിങ്ങിൻ്റെ ഉസ്താദാകൊണ്ടാണോ? അല്ല, ഇടക്കിടക്ക് ബോച്ച സോഷ്യൽ മീഡിയയിലൊക്കെ വരലുണ്ട്. ഒരു ഡബിൾ മീനിങ് ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഈ വല്ല ഇനാഗ്രേഷനും വല്ല ഉദ്ഘാടനത്തിനൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ വരുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരത്തിലൂടെയൊക്കെ ബോച്ച ഇടക്കിടക്ക് സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കലുണ്ട്. അപ്പോൾ അതുപോലൊക്കെ ഒന്ന് നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്ന് വൈറലാകാൻ വേണ്ടി നോക്കിയതാണോ ഇമ്മാതിരി പരിപാടി ചെയ്തത്? അതും ചെറിയ കുട്ടികളെ കാണുമ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോൻ്റെ താഴേക്ക് ഇങ്ങനെ കമൻറ്റ് ചെയ്യാൻ തോന്നുന്നത്. എന്താണേലും ഇതുപോലെ കമൻറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഇതൊരു പാടായിരിക്കട്ടെ. കാരണം എന്താ വെച്ചാൽ ഇനി ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഓൽക്കൊക്കെ ഒന്ന് മനസ്സിലാകണം ഇമ്മാതിരി കമൻറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അതല്ലെങ്കിൽ കുറച്ചു കാലം പോലെ അകത്ത് കടക്കണം. കാരണം അതേമാതിരി തന്നെ പോക്സോ കേസോ കൊടുത്തിട്ട് ഇവരൊക്കെ അകത്ത് കടക്കണം. അതല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ കുട്ടികളെ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ നരമ്പന്മാർക്ക് തോന്നുന്ന ഒരു അസുഖങ്ങൾ ഈ ഒരു വീഡിയോസും ഫോട്ടോസും ഒക്കെ കാണുമ്പോൾ പെട്ടെന്ന് അതേമാതിരി ഒരു കമൻറ്റ് കൊണ്ട് അടിച്ചു വിടുക. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ നമ്മൾ ആ വയനാട് ദുരന്തത്തിൽ കണ്ടില്ലേ, ഇതേമാതിരി തന്നെ ഒരുത്തന്നെ കമൻറ്റ് ചെയ്തിട്ട് ആൾക്കാരെല്ലാവരും പാടെ കൈകാര്യം ചെയ്തിട്ട് മാപ്പൊക്കെ പറഞ്ഞ സംഭവമൊക്കെ ഉണ്ടായിരുന്നു ഇമ്മാതിരി തെറ്റപ്പരിപാടി ചെയ്തിട്ട്. അപ്പോൾ നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളൂ, ചെയ്യണ്ടെന്നൊന്നും പറയില്ല. സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യണപ്പോൾ വീഡിയോ ഒക്കെ ആണെങ്കിൽ വീഡിയോൻ്റെ താഴെയൊക്കെ നെഗറ്റീവ് കമൻറ്റും കാര്യങ്ങളൊക്കെ വരും, നല്ലതും വരുന്നുണ്ട്. അതേമാതിരി തന്നെ നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളും വരും. ആ ഒരു തരത്തിൽ നമ്മൾ എടുക്കും. പക്ഷേ അതൊക്കെ ഓവറാകുമ്പോഴാണ്. കാരണം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനുള്ള അധികാരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതെന്താ വെച്ചാൽ ആ ഒരു അധികാരം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇമ്മാതിരി വലിയ ചെറ്റപ്പരിപാടിയൊന്നും ചെയ്യരുത്. അത് ഏത് വീഡിയോ ഒക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഏത് വീഡിയോൻ്റെ താഴെ ആണെങ്കിലും ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ ആ കമൻറ്റ് ചെയ്യണ അതിലൊരു മാന്യത ഉണ്ട്, കമൻറ്റ് ചെയ്യണതിലൊരു മാന്യത ഉണ്ട്. അല്ലാതെ ആ മാന്യത വിട്ടിട്ടൊന്നും നിങ്ങൾ ആരെ നെഞ്ഞത്തുക്കും കയറാൻ നിൽക്കരുത്. അപ്പോൾ ഇമ്മാതിരി കമൻറ്റ് ചെയ്യണവർക്കൊക്കെ ഇതൊക്കെ ഒരു പാടായിരിക്കട്ടെ.